ജൂലൈ മാസത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട വാർത്തയാണ് ഫേസ്ബുക്കിലൂടെ വിട പറഞ്ഞ കമിതാക്കൾ ജീവനൊടുക്കിയ സംഭവം. കായംകുളം സ്വദേശികളായ റിൻഡു, പ്രിൻസ് എന്നിവരാണ് മരിച്ചത്. എന്നാൽ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്ന യുവാവ് റിൻഡുവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് മാതാപിതാക്കളുടെ പരാതി. കാമുകനൊപ്പം ജീവനൊടുക്കി എന്നതിന്റെ പേരിൽ മകളെ തെമ്മാടിക്കുഴിയിൽ അടക്കിയെന്നും സത്യം തെളിയും വരെ തങ്ങൾ പോരാട്ടം തുടരുമെന്നുമാണ് മാതാപിതാക്കൾ പറയുന്നത്. മകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന ചിലർ പുറത്ത് സ്വതന്ത്രരായി വിലസുന്നുണ്ടെന്നും ഇവർ പറയുന്നു. ജൂലൈ 23-ാം തീയതിയാണ് റിൻഡു എന്ന BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയെയും പ്രിൻസ് എന്ന കുഞ്ഞുണ്ണിയെയും സേലം വിമാനത്താവളത്തിനടുത്തുള്ള വീട്ടിൽ വിഷം കഴിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ക്രൂരമായ ലോകത്തോട് വിട പറയുന്നുവെന്ന് ഇരുവരുടെയും ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കുറിച്ചിരുന്നു. ഫേസ്ബുക്കിലൂടെ വിട പറഞ്ഞ കമിതാക്കൾ ജീവനൊടുക്കിയെന്ന് മാധ്യമങ്ങളിൽ വാർത്തയും വന്നു. ആത്മഹത്യയെന്ന് ലോകം വിശ്വസിച്ചപ്പോഴും റിൻഡുവിന്റെ മാതാപിതാക്കൾ മാത്രം ഇത് വിശ്വസിച്ചില്ല. എന്തായാലും എൻ്റെ മോൾ ഒരിക്കലും കുഞ്ഞുണ്ണിയുടെ കൂടെ ഒളിച്ചോടി പോകേണ്ട സാഹചര്യമില്ല. മറിച്ച് മോളുമായിട്ട് സ്നേഹമായിരുന്നുവെങ്കിൽ കുഞ്ഞുണ്ണിയുടെ ഫോണിൽ നിന്ന് വിളിച്ച് മോൾ പോയാൽ മതി. ഈ അവസാനം വന്ന ആ കോളിൽ 2 കോള് മോളെ വിളിക്കുകയും മോള് തിരിച്ച് 2 കോള് വിളിക്കുകയും 2 മെസ്സേജും പോയിട്ടുണ്ട്. അപ്പം മോളെ കൂടെ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ ഇതേ ഇപ്പോൾ വരാം, 5 മിനിറ്റ് ഞാൻ വരാം, താഴെ വരെ ഒന്ന് പോട്ടെന്ന് പറഞ്ഞ് പോവുകയും താഴെ വരെ ചെല്ലുമ്പോൾ മോളുടെ കയ്യിൽ 40 രൂപയും മോളുടെ ATM കാർഡും തലേന്ന് വിഡ്രോ ചെയ്ത് കോളേജിലെ ലാസ്റ്റ് ഫീസ് അടച്ച ബില്ലും ഒരു ഫോണും മാത്രമാണ് ഉണ്ടായിരുന്നത്. സേലം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ എൻ്റെ മോളുടെ ഫോൺ മാറ്റിക്കൊണ്ട് എനിക്ക് 522 മെസ്സേജ് ഡിലീറ്റ് ചെയ്തതും, ഇൻകമിങ് 522 മെസ്സേജ് ഡിലീറ്റ് ചെയ്തതും, 152 മെസ്സേജ് ഔട്ട് ഗോയിങ് ഡിലീറ്റ് ചെയ്ത ഒരു ഫോൺ മാറി തന്നേക്കുക. ഇതിനിടെയാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായി പ്രിൻസിന്റെ ഒരു കൂട്ടുകാരൻ എത്തുന്നത്. റിൻഡുവിനെ തട്ടിക്കൊണ്ടുപോകാനായി ക്ലോറോഫോം സംഘടിപ്പിക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നതായി സുഹൃത്ത് വെളിപ്പെടുത്തി. മുൻപ് തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടയിൽ കാറിൽ വെച്ച റിൻഡുവിന് ബോധം വീണതോടെ പദ്ധതി പരാജയപ്പെട്ടുവെന്നും വെളിപ്പെടുത്തലുണ്ടായി. പലവട്ടം പ്രണയാഭ്യർത്ഥന നിരസിച്ച റിൻഡുവിനെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുകയായിരുന്നു പ്രിൻസിന്റെ ലക്ഷ്യം. ഈ വെളിപ്പെടുത്തൽ റിൻഡുവിന്റെ പിതാവ് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മോളെ ഇതുപോലെ തെമ്മാടിക്കുഴി അടക്കപ്പെട്ടൊരു തന്തയാണ്, മോളോ മരിച്ചുപോയി തിരിച്ചു കിട്ടത്തില്ല, പക്ഷേ ഞങ്ങൾ 2-3 പേരുടെ ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങളുടെ സന്താനമുള്ള കാലം വരെ തെമ്മാടിക്കുഴിയിൽ അടയ്ക്കാന്നൊരു ഓപ്ഷനിൽ ഞങ്ങൾ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് അതിൻ്റെ സത്യം ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മോൻ എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന കുട്ടിയുടെ ലവറാണെന്നും ഞാൻ കുഞ്ഞുണ്ണിയായിട്ട് ബന്ധപ്പെട്ടെന്നും ഈ മോള് മരിക്കുന്ന ആ മാസം 15-ാം തീയതി ക്ലോറോഫോം വേണമെന്ന് കുഞ്ഞുണ്ണി ആ പുള്ളിയോട് വിളിച്ച് പറഞ്ഞെന്നും ക്ലോറോഫോം കായംകുളത്ത് വാങ്ങിച്ച് വെച്ചാൽ മതിയെന്നും കായംകുളത്തുനിന്ന് വന്ന് കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഈ പുള്ളി പറഞ്ഞു ക്ലോറോഫോം എന്ന് പറഞ്ഞ സാധനം ഓക്സിജനായിട്ട് ചെല്ലുമ്പം ക്ലോറോഫില്ലാവുമെന്നും സിനിമയിൽ കാണുന്ന പോലെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞായിരുന്നു. ഉടനെ പുള്ളി ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാം. ക്ലോറോഫോം 4 സാധനം ചേർത്താൽ ഉണ്ടാക്കുന്ന അതിൻ്റെ കണ്ടൻറ്റൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മെഡിക്കൽ പരമായ അറിവുള്ള നീതു അനു ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു കുട്ടിയെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവളതെല്ലാം ചെയ്തോളും, അവളാണ് പിന്നെ റിൻഡുവിൻ്റെ അടുക്കൽ പാവയും ചോക്ലേറ്റും ഒക്കെ ആയിട്ട് ബർത്ത്ഡേക്ക് പോയെന്നൊക്കെ ഈ പുള്ളിയോട് പറഞ്ഞു. മോളെ തട്ടിക്കൊണ്ടു പോകുന്ന വിവരം കായംകുളത്തുള്ള കുഞ്ഞുണ്ണിയുടെ സുഹൃത്തിന് അറിയാമായിരുന്നുവെന്നും തട്ടിക്കൊണ്ടു പോകുന്ന വഴിക്ക് റിൻഡുവായി സംസാരിച്ചുവെന്നും പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം മരണത്തിലെ ദുരൂഹതകളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. റിൻഡുവും പ്രിൻസും തമ്മിൽ അടുപ്പത്തിലല്ലായിരുന്നുവെന്ന് റിൻഡുവിന്റെ മാതാപിതാക്കൾ പറയുന്നു. റിൻഡുവിന്റെ സഹോദരന്റെ സുഹൃത്തായ പ്രിൻസ് പലവട്ടം റിൻഡുവിനോട് വിവാഹ അഭ്യർത്ഥന നടത്തി. എന്നാൽ സഹോദരന്റെ കൂട്ടുകാരനെ സഹോദരനായി കാണാൻ കഴിയൂ എന്ന് പറഞ്ഞ് റിൻഡു ഒഴിഞ്ഞുമാറി. പ്രിൻസിന്റെ ശല്യപ്പെടുത്തലുകളെല്ലാം റിൻഡു വീട്ടിൽ പറഞ്ഞിരുന്നതായും പിതാവ് പറയുന്നു. റിൻഡുവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും പ്രിൻസുമായി ബന്ധപ്പെട്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല എന്നും വ്യക്തമായി. പ്രിൻസിന്റെ സുഹൃത്തുക്കളായ 3 പെൺകുട്ടികളെ ഉപയോഗിച്ച് റിൻഡുവിനെ പലവട്ടം പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. സമ്മാനപ്പൊതികൾ കൈമാറി. ഇതെല്ലാം റിൻഡു നിഷേധിച്ചു.
കോഴ്സ് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുന്നതിന് ഏതാനും ദിവസം മുൻപാണ് റിന്റു കൊല്ലപ്പെടുന്നത്. സുഹൃത്തുക്കളുടെ സഹായത്തോടെ റിന്റുവിനെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് വീട്ടുകാർ സംശയിക്കുന്നു. റിന്റുവിന്റെ അയൽവാസിയായ ഒരു അധ്യാപകൻ ഇതിന് വഴിയൊരുക്കി. റിന്റുവിനെ കാണാതായ ദിവസം ഇയാൾ ബാംഗ്ലൂരിലുണ്ടായിരുന്നതായും ഇവർ ആരോപിക്കുന്നു. ഇയാളാണ് റിന്റുവിനെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിറക്കി പ്രിൻസിന് കൈമാറിയതെന്നും ഇവർ സംശയിക്കുന്നു. ഗൂഢാലോചന നടത്തിയതായി അയൽവാസികളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഷൈജുവിലേക്ക് സംശയം പോകാൻ കാരണം. 9 ദിവസത്തിന് മുമ്പ് അവിടെ വന്ന് ഗൂഢാലോചന നടത്തി 6 മാസമായിട്ട് ബന്ധമില്ലെന്ന് പറയുന്ന ആൾ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം സംഭവം നടക്കുമ്പോൾ ഷൈജു ബാംഗ്ലൂർ കോളേജിൻ്റെ വാതിക്കൽ ഉണ്ടായിരുന്നു. മോടെ കൂട്ടുകാരികളെ 4 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട് ഔട്ടിങ്ങിന് വിളിച്ചു. അങ്ങനെ ഷൈജു അവിടെ ചെന്നായിട്ട് വ്യക്തമായ സൂചനകൾ കിട്ടിയതുകൊണ്ടാണ് ഷൈജുവിലേക്ക് എൻ്റെ ഈ അന്വേഷണം. റിന്റുവിനെ സേലത്തെത്തിച്ച് വിവാഹം കഴിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തട്ടിക്കൊണ്ടുപോയത്. ശ്വാസതടസ്സമുള്ള റിന്റുവിന് ക്ലോറോഫോം മണപ്പിച്ചപ്പോൾ അപകടം പറ്റിയിരിക്കാമെന്നും അബോധാവസ്ഥയിലാണ് റിന്റുവിന്റെ വായിലേക്ക് വിഷമൊഴിച്ചതെന്നും ഇവർ സംശയിക്കുന്നു. മാത്രമല്ല, ഫേസ്ബുക്കിലെ വിടപറച്ചിൽ റിന്റു മരിച്ച മണിക്കൂറുകൾക്ക് ശേഷമാണ് പോസ്റ്റ് ചെയ്തതെന്നും ഇവർ പറയുന്നു. മോള് അബ്നോർമൽ മൈൻഡിലാണ്. 20 മില്ലി വിഷം കഴിച്ചു, ഉള്ളിൽ ചെന്നിട്ടുണ്ട്. ബ്രെയിന് കുഴപ്പമില്ല. അതിനകത്ത് ഒരു വേറെ മാൽപ്രാക്ടീസങ്ങൾ ഒന്നും, അബോധാവസ്ഥയിലാണ് കുട്ടിയുടെ ഉള്ളിൽ വിഷം ചെന്നതെന്നാണ് അറിവ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതിനകത്തൊരു റേപ്പിംഗ് അറ്റംപ്റ്റ് ഒന്നും നടന്നതായിട്ട് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ ആ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ മരിച്ച് കട്ടിലിന് താഴെ ബെഡിൽ പുതച്ച് കിടക്കുന്നതായിട്ടാണ് എനിക്കറിയാൻ പറ്റിയത്. സ്വയം വിഷമടിക്കുന്ന ഒരാൾ, അല്ലെ മരിക്കാൻ വിഷമടിക്കുന്ന ഒരാൾ പുതച്ച് ബെഡിൽ അങ്ങനെ നേരെ കിടക്കുകയില്ല. പക്ഷേ കുഞ്ഞുണ്ണി അവിടെ കിടന്ന് ഛർദ്ദിച്ച് അവിടെ കിടന്ന് ആ ഹാളിൽ കിടക്കുമായിരുന്നെന്നും അവിടെ പല വിധമായ വിക്രിയകൾ കാണിച്ചെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ മോള് മരിച്ച് പുതച്ച് ബെഡിൽ കിടക്കുന്നതായിട്ടാണ് അറിയാൻ പറ്റിയത്. 3 പെൺകുട്ടികളും അധ്യാപകനും പ്രിൻസിന്റെ സുഹൃത്തും റിന്റുവിനെ തട്ടിക്കൊണ്ടുപോകാൻ കൂട്ടുനിന്നതായി ഇവർ പറയുന്നു. കുറ്റകൃത്യം നടക്കുന്നത് തടയാൻ ശ്രമിച്ചില്ല എന്നും മാതാപിതാക്കൾ ആരോപിക്കുന്നു. റിന്റു ജീവൻ ഒടുക്കിയതാണെന്ന ധാരണയിൽ കുടുംബക്കല്ലറയിൽ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കാത്തതിനെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങിയിരിക്കുകയാണ് പിതാവ് കോശി. ഇതിനേക്കാളൊക്കെ ഉപരി എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചൊരു വിഷമം, ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ തെമ്മാടിക്കുഴി അടക്കുന്നതിന് തുല്യമായിട്ട് എനിക്ക് സ്വന്തം കല്ലറ ഉണ്ടായിരുന്നിട്ട് പോലും അടൂരെ മെത്രാച്ചൻ്റെയും ഇടവക കമ്മിറ്റി അംഗങ്ങളുടെയും, അച്ഛൻ ഒരു പക്ഷേ നിരപരാധിയായിരിക്കാം, ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തുന്നില്ല, കമ്മിറ്റി അംഗങ്ങളും അടൂരെ മെത്രാച്ചനും ചേർന്നുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അവഹേളിക്കുന്ന രീതിയിൽ എൻ്റെ കൊച്ചിനെ പണ്ട് സൂയിസൈഡ് ചെയ്ത കല്ലറയോടുകൂടി ചേർത്തടക്കിയത് എൻ്റെ ഹൃദയത്തിന് താങ്ങാൻ പറ്റാത്ത വേദന. അത് ഞാൻ മരിച്ച് എന്നെ ആ തെമ്മാടിക്കുഴിയിൽ അടക്കാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാൻ ഞാൻ കോടതിക്ക് ലെറ്റർ കൊടുത്തേക്കും. എൻ്റെ മോളെ അടക്കി അതേ തെമ്മാടിക്കുഴിയിൽ എന്നെ അടക്കണം. എന്നാലെങ്കിലും പള്ളിക്കാർക്കും മെത്രാച്ചൻ്റെ അരിശം തീരട്ടെ. മാതാപിതാക്കളുടെ പരാതിയിൽ കുറത്തിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.